ഇവിടെ കല്യാണം അവിടെ തല്ല്, അവിടെ തല്ല് ഇവിടെ കല്യാണം, കല്യാണം തല്ല്, തല്ല് കല്യാണം. ഇങ്ങനെയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 7 ആറാമത്തെ ദിവസം നടന്നത്. കാരണം കണ്ടൻറ്റോട് കണ്ടൻ്റ് ആയിരുന്നു ലൈവ് നിറച്ച്. റാങ്കിങ് ടാസ്ക് മത്സരത്തിൽ അനീഷിൻ്റെ ബഹളവും ബാക്കിയുള്ളവരുടെ ബഹളവും പ്രശ്നങ്ങളും കസേരയെടുത്ത് അലക്കലും കൈ പിടിച്ച് തിരിക്കലും അയ്യോ ഒന്നും പറയാൻ വയ്യ. അതിനുശേഷം ബിഗ് ബോസ് ആണെങ്കിൽ തലേ ദിവസം പ്രൊമോയിൽ കാണിച്ച പോലെ എല്ലാവരെയും ലിവിങ് റൂമിൽ വിളിച്ചിരുത്തിയിട്ട് അനൗൺസും ചെയ്തു. ഇനി ഒരു അറിയിപ്പും ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതല്ല, ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടാവില്ല. ബിഗ് ബോസിൻ്റെ സീസൺ 7 താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ അപ്പം തൊട്ട് കിളി പോയിരിക്കുകയാണ് എല്ലാ കണ്ടസ്റ്റൻസും. അത്ര പെട്ടെന്നൊന്നും ബിഗ് ബോസ് 7 തീരൂല എന്നറിയാമെങ്കിലും ഓഡിയൻസിൻ്റെ മനസ്സിലും നല്ല രീതിയിലൊരു ആങ്സൈറ്റി കൊടുക്കാൻ ഈ ഒരു പ്രൊമോ കൊണ്ട് പറ്റി. സംഭവം വേറൊന്നും അല്ലാന്നേ, അവിടെ ബിഗ് ബോസ് കൊടുക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളൊരു റൂൾ ഉണ്ടല്ലോ. ആ റൂൾ ഇങ്ങനെ തെറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവിടുത്തെ കണ്ടസ്റ്റൻസ്. ബിഗ് ബോസ് കൊടുക്കുന്നതല്ലാതെ അവർ തന്നെ സാധനങ്ങൾ എവിടെയൊക്കെ ഒളിപ്പിച്ച് വെച്ച് ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും കോസ്മെറ്റിക്സും സാധനങ്ങളൊക്കെ ബിഗ് ബോസ് കൊടുക്കുന്നത് മാത്രമേ ഉപയോഗിക്കൂ എന്നുള്ള ഒരു ഉറപ്പ് അവരെ കൊണ്ട് മേടിച്ചതിന് ശേഷം മാത്രമാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതാ വരുന്നു ബിഗ് ബോസിന് വക 7ൻ്റെ പണി. മിഡ് വീക്ക് എവിക്ഷനിൽ 2 പേർ പുറത്ത് പോയിരിക്കണം. അതിനു വേണ്ടിയുള്ള ടാസ്ക്. ആ ടാസ്കിന് വേണ്ടിയിട്ട് ടാസ്ക് ലെറ്റർ വായിക്കാൻ ബിൻസിയകത്തേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് ബിഗ് ബോസ്. ടാസ്ക് ഉടനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇപ്പോൾ വരുന്ന ഡബിൾ എവിക്ഷനിൽ ആരൊക്കെ ആയിരിക്കും എന്നറിയാൻ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സിനായി വെയിറ്റ് ചെയ്യാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.